പെരിന്തൽമണ്ണയിലെ പ്രമുഖ ആരോഗ്യ സ്ഥാപനമായ അബേറ്റ് ഐ ഹോസ്പിറ്റലിൽ ലോക കാഴ്ച ദിനം ലവ് യുവർ ഐസ് എന്ന ആഗോള സന്ദേശവുമായി വിപുലമായ പരിപാടികളോടെ ആചരിച്ചു. കാഴ്ചയുടെ പ്രാധാന്യം പൊതുജനങ്ങളിൽ കൂടുതൽ ബോധവൽക്കരിക്കുന്നതിനും കണ്ണ് സംരക്ഷണത്തിന്റെ ആവശ്യകത മുന്നോട്ട് വെക്കുന്നതിനുമാണ് ദിനാചരണം സംഘടിപ്പിച്ചത്. ഫ്ളാഗ് ഓഫ് ചടങ്ങ് പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ പി ഷാജി ഉദ്ഘാടനം ചെയ്തു. അബേറ്റ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് കോ ചെയർമാൻ ഇആർ മുഹമ്മദ് കുട്ടി അരിക്കുഴയിൽ അധ്യക്ഷനായി. അബേറ്റ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ അഡ്വക്കേറ്റ് എ ഷംസുദ്ദീൻ മുഖ്യപ്രഭാഷണം നടത്തി. ലോക കാഴ്ച ദിനം കണ്ണുരോഗങ്ങൾ തടയാനും കാഴ്ച സംരക്ഷിക്കാനുമുള്ള സംയുക്ത സാമൂഹിക ബാധ്യതയെ ഓർമ്മിപ്പിക്കുന്ന ദിനമാണെന്ന് എ ഷംസുദ്ദീൻ പ്രസ്താവിച്ചു. സമൂഹത്തിലെ ഓരോരുത്തരും കണ്ണിന്റെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ട അടിസ്ഥാന പരിശോധനകളും ചികിത്സകളും സമയബന്ധിതമായി സ്വീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. പരിപാടിയിൽ അബേറ്റ് ഐ ഹോസ്പിറ്റലിലെ ഡോക്ടർമാരായ ഡോക്ടർ രാജേഷ്, ഫഹീം, ഷമീർ, രേഷ്മ പത്മരാം എന്നിവർ പങ്കെടുത്തു. ഇവിടെ വരുന്ന ഓരോ രോഗിയും ഞങ്ങളുടെ പ്രിയപ്പെട്ട ബന്ധുവാണ്. ഞങ്ങൾ ഒരു ബന്ധുവിനോട് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ പിതാവിനോട് എങ്ങനെയാണ് മാതാവിനോട് പെരുമാറുന്നത്, അതുപോലെയാണ് അബേറ്റിൽ ഞങ്ങൾ ഓരോ രോഗിയെയും കാണുന്നത്. അതുകൂടാതെ ലോകത്തിലുള്ള ഏറ്റവും അത്യാധുനിക രീതിയിലുള്ള ചികിത്സാ സംവിധാനങ്ങളാണ് നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പോൾ ഐ ചെക്കിങ്ങിന് വേണ്ടിയിട്ട് വിഷുക്കോർ 500 എന്ന് പറഞ്ഞിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു മെഷീൻ വന്നിട്ടുണ്ട്. ആ ഒരൊറ്റ മെഷീനിൽ തന്നെ നമ്മുടെ കാഴ്ചയും അതുമായി തന്നെ ഇപ്പോൾ ഉപയോഗിക്കുന്ന കണ്ണടൻ്റെ പവറും അതുപോലെ തന്നെ അവരുടെ പിന്നിലുള്ള കാഴ്ചകളും എല്ലാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ച് കണ്ടുപിടിക്കാവുന്ന ഒരു മെഷീനാണ് വന്നിട്ടുള്ളത്. അത് എൻ്റെ അറിവിൽ കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഈ ഒരു മെഷീന് വരുന്നത്. അതും നമ്മുടെ അബേറ്റിലാണ്. ഒരു ആളുകളുടെ കാഴ്ചയുമായി ബന്ധപ്പെട്ടുള്ള ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വളരെ സഹായകമായിട്ടുള്ളൊരു സംഗതിയാണ്. യഥാർത്ഥത്തിൽ ഇത് ലോക ആരോഗ്യ സംഘടനയും ഒക്കെ താല്പര്യപ്പെട്ടിട്ടാണ് ഇത്തരം ഒരു ദിനം നമ്മൾ ആചരിക്കുന്നത്. അതുകൂടാതെ നമ്മുടെ കേരളത്തിൻ്റെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റും ഇതിൽ വളരെ അധികം ഈ ഒരു പ്രോഗ്രാം നടത്തുന്നതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതും അതിനുവേണ്ട പ്രോത്സാഹനങ്ങൾ നൽകുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സംസ്ഥാന ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും വേൾഡ് ലോക ആരോഗ്യ സംഘടനയുടെയും ഒക്കെ താല്പര്യം അനുസരിച്ചിട്ടാണ് നമ്മൾ ഇത്തരം പ്രോഗ്രാമുകൾ ഇവിടെ ആഘോഷിക്കുന്നത്. ആശുപത്രി മെഡിക്കൽ സ്റ്റാഫ്, നഴ്സിംഗ് വിഭാഗം, അഡ്മിനിസ്ട്രേറ്റീവ് ജീവനക്കാർ, രോഗികൾ എന്നിവരും പരിപാടിയുടെ ഭാഗം. ടെലിവിഷൻ മലപ്പുറം. In the heart of Malappuram, with traditions weave seamlessly into modernity, KMT tells a story of unity. Redefining beauty, transforming generation. KMT Silks, Perindalmanna and Kottakkal.